അതേപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാനത് റെക്കോർഡ് ചെയ്യാനൊന്ന് വിട്ടുപോയി, സോറി. എന്തായാലും ആർക്കും ഇതൊന്നും ഡൗട്ടൊന്നും ഇല്ലല്ലോ? ആർക്കും ഈ ബ്രോക്കേഴ്സിനെ പറ്റിയിട്ടായാലും ഒരു ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ബ്രോക്കേഴ്സിനെ പറ്റിയിട്ടായാലും ഈ ഫണ്ടിങ് ഫേംസിനെ പറ്റിയിട്ടായാലും ആർക്കും വലിയ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, ക്ലിയർ ആണോ? അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ബ്രോക്കേഴ്സ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ബ്രോക്കേഴ്സ് ആണ് ഫൈൻഡ് ചെയ്തത്. ഇത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണമെന്നില്ല. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ ഫണ്ടിങ് ഫേംസും ഇത് തന്നെയാണ്. ഫണ്ടിങ് ഫേംസിൽ അവർ പറയുന്ന റൂൾസ് ഫോളോ ചെയ്യണം. ആ ഒരു ഫേസ് നമ്മൾ പാസ്സാവണം. ആ ഒരു ചലഞ്ച് പാസ്സായാൽ മാത്രമേ നമുക്കവിടെ മാസ്റ്റേഴ്സ് അക്കൗണ്ട് കിട്ടത്തുള്ളൂ. ആ ഒരു മാസ്റ്റേഴ്സ് അക്കൗണ്ട് കിട്ടിയാൽ പിന്നീട് നമുക്ക് അവിടുന്ന് പേ ഔട്ട്സ് എടുക്കാൻ പറ്റും. പിന്നെ അവർ നമുക്ക് നല്ല വലിയ ക്യാപിറ്റൽസ് പ്രൊവൈഡ് ചെയ്യും, ചെറിയ ഫണ്ട്സും ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ്സ് കിട്ടുന്ന ആ ഒരു പേ ഔട്ടിലെ പ്രോഫിറ്റ്സ് നമ്മൾ ഷെയർഡ് ആയിരിക്കും. 80%, 20%, അതേപോലെ തന്നെ പല രീതിയിലുണ്ട്. അപ്പം പല ഫണ്ടഡ് അക്കൗണ്ട്സും പല രീതിയിലാണ്. അപ്പം അതിൻ്റെ സൈറ്റ്സിലൊന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റൂൾസ് വായിക്കാൻ പറ്റും. അവരെ കുറേ ഹിഡൻ റൂൾസ് ആയിട്ടുള്ള ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടാവും കുറേ. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഒരു റൈറ്റ് ആയിട്ടുള്ള ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെ പേ ഔട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടഡ് അക്കൗണ്ട്സും കൂടെ ആയിരിക്കണം. ഒരിക്കലും ഒരു ഫേക്ക് എന്ന് വെച്ചാൽ ഫേക്ക് മീൻസ് ഒരു ട്രസ്റ്റ് പൈലറ്റ് ഇല്ലാത്ത ഫണ്ടഡ് അക്കൗണ്ട്സ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പേ ഔട്ട് ഇഷ്യൂസിന് നല്ല രീതിക്ക് ബാധിക്കും. പിന്നെ ഫണ്ടഡ് അക്കൗണ്ട്സ് ചൂസ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. നമുക്ക് വലിയ ക്യാപിറ്റൽസിൽ ട്രേഡ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് സ്കിൽസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും വലിയ എമൗണ്ട്സിലൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ട്. പിന്നീട് ഇത് ഒരു നമ്മുടെ ഈ പുറത്തുള്ള ഈ ഒരു നമ്മുടെ ഈ ദുബായ്, UAE ആ ഒരു റീജിയനിലുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു സാപ്പ് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ട്സ് കിട്ടും. അത് XNSലൊക്കെ കിട്ടും, മിക്ക ബ്രോക്കേഴ്സിലും ഉണ്ടാവും. കാരണം ഇതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും അല്ല, ഈ ഇസ്ലാമിക് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലും ഈ ഒരു നൈറ്റ് ഹോൾഡിങ്സ് ഇല്ലേ, നമുക്ക് ഈ സാപ്പിന് പറയുന്നതാണ് നൈറ്റ് ഓവർനൈറ്റ് ഇൻട്രസ്റ്റ് ഫീ ആണിത് സാപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ. അപ്പം നമ്മൾക്കും ഉണ്ടാവും. നമ്മളുടെ ഇവിടെ ചെയ്യുന്നവർക്ക് നമ്മളിപ്പം ഞാനിപ്പോൾ ഈ ഒരു നൈറ്റിൽ ഒരു ട്രേഡ് എടുത്തു, അത് ഞാൻ ഫുള്ളി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഈ സാപ്പ് ഫീ ഉണ്ട്. ഈ ഫീ നമ്മൾക്ക് അവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് വരും. സോ ഈ ഒരു ഫീ ഇല്ലാത്ത ഈ ഇസ്ലാമിക് അക്കൗണ്ട്സ് അവൈലബിൾ ആണ് ഈ ഒരു ചില ബ്രോക്കേഴ്സിലൊക്കെ. ഈ നമ്മുടെ ഇവിടെ കുറവാണ്, പക്ഷേ നമ്മുടെ UAEയിലൊക്കെ ഓക്കെ, അവിടെ കുറേ ബ്രോക്കേഴ്സ് ഉണ്ട്. നമുക്ക് അവിടെ ഉള്ളവർക്കൊക്കെ ഓക്കെയാണ്, UAE, സൗദി അറേബ്യ നിൽക്കുന്നവർക്കൊക്കെ. ഓക്കെ. അപ്പം ബ്രോക്കേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ബ്രോക്കേഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ്ലി ചോദിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പം മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമ്മൾ അനലൈസ് ചെയ്യുന്ന രീതികളും ഒക്കെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പം ടൈപ്സ് ഓഫ് മാർക്കറ്റ് ട്രെൻഡ്, എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ പലരും ചാർട്ടിൽ എല്ലാവരും നോക്കിയിട്ടുണ്ടായിരിക്കും. എന്തായാലും ട്രേഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ എന്തായാലും നമ്മൾ ചാർട്ടിൽ ഒരു വട്ടമെങ്കിലും അവർ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ചാർട്ട്. അപ്പോൾ ചാർട്ട് എങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്? അപ്പം ചാർട്ട് മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ചാർട്ട് മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മേലോട്ട് പോകുന്നതിനാണ് നമ്മൾ അപ് ട്രെൻഡ് എന്ന് പറയണേ. അപ്പം ഈ പ്രൈസ് ഇവിടുന്ന് മേലോട്ടാണ് പോകുന്നത്, ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഇപ്പോൾ ഇവിടെ ഡ്രോ ചെയ്തേക്കുന്നുണ്ടോ, ഒരു ഹൈ തന്നു, വീണ്ടും ഒരു ലോ തന്നു, ഹൈ തന്നു, അങ്ങനെയാണ് ചാർട്ട് മൂവ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പം അതേപോലെ തന്നെ ഈ ഒരു സൈഡ് വെയിൽ കണ്ടോ, ഈക്വൽ ഹൈയും ഈക്വൽ ലോയും ആണ്, താഴെ മേലോട്ടില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഈക്വൽ ഹൈയും തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സൈഡ് വേ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കൺസോളിഡേഷൻ എന്ന് നമ്മൾ പറയും, കൺസോളിഡേഷൻ എന്നും പറയും. അതേപോലെ തന്നെ സൈഡ് വേ ട്രെൻഡ് എന്ന് നമ്മൾ പറയും. അപ്പം ഇതൊരു അപ് ട്രെൻഡ് ആണ്. മാർക്കറ്റിലെ പ്രൈസ് മേലോട്ട് പോകുന്നതിനെ നമ്മൾ അപ് ട്രെൻഡ് എന്നും പറയും. അപ്പം അതേപോലെ തന്നെ നമ്മുടെ സൈഡ് വേ, നമ്മുടെ സ്ട്രെയിറ്റ് പോകുന്ന മാർക്കറ്റ് ഒരു ഡയറക്ഷൻ ഇല്ല, മേലോട്ടാണോ താഴോട്ടാണോ പോകുന്നതെന്നില്ല, ഒരു ഈക്വൽ
പ്ലേസിൽ തന്നെ മാർക്കറ്റ് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യുവാണ് അവിടെ. സോ എങ്ങോട്ടോ ഒരു മെയിൻലി ഒരു പൊസിഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ കൺസോൾട്ടേഷൻ എന്ന് പറയും. അതേപോലെ തന്നെ മാർക്കറ്റ് ഫോൾ ആവുക, മാർക്കറ്റ് താഴത്തേക്ക് ഇടിയുക എന്ന് നമ്മൾ പറയും. മാർക്കറ്റിൽ പ്രൈസ് താഴത്തേക്ക് പോവുക, അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ഡൗൺ ട്രെൻഡ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ട്രെൻഡ് മനസ്സിലാക്കി വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിൽ. ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ, ഏത് മാർക്കറ്റ് ആയാലും നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കി വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തോട്ടുണ്ട്, ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്, അറിയായിരിക്കും, മിക്കവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മൾ ട്രെൻഡിനെ ഫോളോ ചെയ്യുക, ഒരിക്കലും എഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യരുത് ട്രെൻഡിനെ. അപ്പോൾ ട്രെൻഡിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലോസസ് ഉണ്ടാവും, ഉറപ്പായിട്ടും നമുക്ക് ലോസസ് ഉണ്ടാവും. അപ്പം ട്രെൻഡ് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ ട്രെൻഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ട്രേഡിങ്ങിൽ തന്നെ. നമുക്കപ്പം മാർക്കറ്റിനെ റീഡ് ചെയ്യണമെങ്കിൽ, മാർക്കറ്റ് മേലോട്ട് കയറുമ്പോൾ നമ്മൾ ട്രേഡേഴ്സ് പറയണത് എന്താ, മാർക്കറ്റ് പ്രൈസ് മേലോട്ട് പോകുന്നതല്ല, മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രേഡേഴ്സ് പറയണേ. അതേപോലെ തന്നെ മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. കൺസോൾട്ടേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ കൂടുതലും ചെറിയ ചെറിയ ടൈം ഫ്രെയിംസിലൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ ടൈം ഫ്രെയിംസിൽ ഈ കൺസോൾട്ടേഷൻ, ഈ സൈഡ് വേ മാർക്കറ്റ് ഉണ്ടായിരിക്കും. അത് ഇടയ്ക്ക് ഉണ്ടാവും, പക്ഷേ മാർക്കറ്റ് എപ്പോഴും ഒരു പൊസിഷൻ എന്ന് വെച്ചാൽ ഒരു അപ്പ് ട്രെൻഡോ അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡോ ആയിരിക്കും. അപ്പം നമ്മളത് ഫൈൻഡ് ചെയ്താൽ മാത്രം മതി. സോ നമ്മൾ അതിൻ്റെ കൂടെ ആയിരിക്കണം ട്രേഡ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ട്രെൻഡൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഞാൻ ഇന്നലെ ചോദിച്ചായിരുന്നു ലോങ് ഷോർട്ട് പൊസിഷനും നിങ്ങൾക്ക് അറിയായിരുന്നു. അപ്പം നമ്മൾക്ക് ഈ ഒരു ലോങ് ബൈ എങ്ങനെ എന്ന് വെച്ചാൽ, ഈ ഒരു റേഞ്ചിൽ നിന്ന് ഞാൻ ബൈ ചെയ്തു, ഇവിടെയാണ് ഈ ഒരു ടൂളിൻ്റെ പറയുന്നതാണ് ലോങ് പൊസിഷൻ. അതേപോലെ തന്നെ ഈ ഒരു ടൂളിന് പറയുന്നതാണ് ഷോർട്ട് പൊസിഷൻ. അപ്പം നമ്മളിത് ലോങ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മളെ ബൈ ചെയ്യാനാണ്. നമ്മൾ അപ് ട്രെൻഡിലായിരിക്കും ബൈ ചെയ്യുന്നത്, മനസ്സിലായോ? നമ്മുടെ ഈ ഒരു അപ് ട്രെൻഡിലായിരിക്കും നമ്മൾ ബൈ ചെയ്യുന്നത്. കാരണം അപ് ട്രെൻഡിൽ പ്രൈസ് മേലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, അപ്പോഴായിരിക്കും നമുക്ക് ബൈ ചെയ്യാൻ പറ്റണേ. ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നത്. സോ താഴോട്ട് പോകുമ്പോൾ നമ്മളൊന്നും വാങ്ങില്ലല്ലോ, താഴോട്ട് പോകുമ്പോൾ പ്രൈസ് ഇടിഞ്ഞുകൊണ്ടിരിക്കുക, അപ്പോൾ നമുക്ക് വാങ്ങിച്ചാൽ നഷ്ടമായിരിക്കും അവിടെ. സോ നമ്മൾ ഈ ഒരു പ്രൈസ് മേലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്തു, ഇവിടെ 100 പ്രൈസിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ബൈ ചെയ്തു, മേലോട്ട് എത്തിയപ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് സെല്ല് ചെയ്തു, അപ്പോൾ നമുക്ക് അവിടെ 150 പ്രോഫിറ്റ്സ് കിട്ടി. സോ അങ്ങനെയാണ്. അപ്പം ഈ ഒരു താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കവിടെ ലോസ് ആയിരിക്കും, കാരണം ഒരു $10 അവിടെ ലോസ് വരും. കാരണം ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് അറിയുമോ? എന്താണ് സ്റ്റോപ്പ് ലോസ്, എന്താണ് ടാർഗറ്റ് എന്ന് കുറച്ച് പേർക്കൊക്കെ അറിയാത്തവരുണ്ടോ? അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാം, നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പം സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മളത് ക്ലിയർ ചെയ്ത് തരാം. എനിക്ക് ഒരു മിനിറ്റ്, ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ചാർട്ടിലോട്ടും പോയിട്ട് ഞാൻ ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ ടൂൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇവിടുന്ന് ഞാൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഇവിടുന്ന് ഞാൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ബൈ ചെയ്താലും സെല്ല് ചെയ്താലും നമുക്ക് താഴത്തേക്ക് പോകാൻ പറ്റും. ബൈ ചെയ്താലും സെല്ല് ചെയ്താലും നമുക്ക് അവിടെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സെല്ല് ചെയ്താൽ താഴത്തേക്ക് പോകും തോറും നമുക്ക് അവിടെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മൾ ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാനിതൊന്ന് ചാർട്ടിൽ കാണിച്ചു തരാം. ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ നിങ്ങൾക്ക് ചാർട്ട് കാണുന്നുണ്ടല്ലോ. ചാർട്ട് കാണാമല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ലോങ് പൊസിഷൻ ടൂള്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഇവിടെ വെച്ചു. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ഷോർട്ട് പൊസിഷൻ ടൂള്. അപ്പം ഇത് രണ്ട് ഞാൻ ഇവിടെ വെച്ചു. അപ്പം ഇവിടെ ഇത് കണ്ടോ, ഇത് ഇത്രയും ഞാൻ ടോപ്പിൽ വെച്ചു, ഇവിടെ വെച്ചു. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തു. എനിക്ക് ഇത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആവും. അവിടെ ലോസിനെ നമ്മൾ അവിടെ കൺട്രോൾ ചെയ്യുവാണ്. അതിനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുക. നമ്മൾ ഒരു ട്രേഡ് ഇവിടുന്ന് എക്സിക്യൂട്ട് ചെയ്തു, ഇവിടുന്ന് ഞാൻ ബൈ ചെയ്തു.
അപ്പം ഇത് ഇവിടെ പോയിട്ട് ഈ ഒരു ലെവൽ വരെ പോയിട്ട് തിരിച്ചു വന്ന് ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ ലോസ് ആണ്. അപ്പം ഈ ഒരു ഇതിനാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നതിനെ, SL എന്ന് പറയും നമ്മളതിനെ, SL എന്ന് പറയും. അപ്പം ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ സംഭവം നമ്മളവിടെ വെച്ചിരിക്കണം. അതേപോലെ തന്നെ ടാർഗറ്റും നമ്മളവിടെ വെച്ചിരിക്കണം. ടാർഗറ്റ് എന്ന് പറയുന്നത് വേണ്ട, ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞു ഇതിൽ ഈ ഒരു വൈലറ്റിൻ്റെ എൻഡ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും, നമുക്ക് അവിടെ ലോസ് വരും. അതേപോലെ തന്നെ നമ്മൾക്കിവിടെ ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ, ഈ ഒരു ഗ്രീനിന്റെ എൻഡ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രോഫിറ്റ്സ് കിട്ടും. അതിനെയാണ് നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ അവിടെ TP എന്ന് പറയും. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ ഈ ഒരു വയലറ്റ് ലൈൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് പ്രൈസ് മേലോട്ട് പോകാനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഷോർട്ട് സെല്ലിങ് എന്ന് പറയുന്നത് ഞാൻ എന്താ കാണിച്ചു തരാം. പ്രൈസ് ഇവിടുന്ന് താഴത്തേക്ക് ഇടിയാൻ പോവുകയാണ്, നമുക്ക് അനലൈസ് ചെയ്തപ്പോൾ കിട്ടി. അപ്പം പ്രൈസ് ഇവിടുന്ന് താഴത്തേക്ക് ഇടിയാൻ പോവുകയാണെന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ ഇവിടുന്ന് സെല്ല് ചെയ്യുന്നത്. ഞാൻ എന്താ ഈ ഒരു ലൈൻ കണ്ടോ, ഈ ഒരു റെഡ് തുടങ്ങുന്നതിനുള്ളിലുള്ള ലൈനിൽ വെച്ചായിരിക്കണം ഞാൻ അവിടുന്ന് സെല്ല് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് സെല്ല് ചെയ്ത് എനിക്ക് ഇവിടെ ഈ ഒരു ലൈൻ എൻഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ടാർഗറ്റ് കിട്ടും, TP അവിടെ കിട്ടും. TP കിട്ടുമ്പോൾ എന്താ, നമുക്ക് അവിടെ പ്രോഫിറ്റ് ആണ്. അതേപോലെ തന്നെ ഈ TP കിട്ടാതെ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു SL, ഈ ഒരു റെഡ് ലൈൻ, അല്ലെങ്കിൽ ഈ ഒരു ഞാൻ ഇവിടെ രണ്ടും ഡിഫറെൻറ്റ് ലൈൻ ആണ്. അപ്പം അത് ഏത് വേണമെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ റെഡ് ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റിൽ ഉണ്ടാവണേ. അപ്പോൾ ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് SL സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. അപ്പം നിങ്ങൾക്ക് അവിടെ ലോസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് ഒരു സ്റ്റോപ്പ് ലോസും TP എന്ന് പറയുന്നത്. അപ്പം ബ്രോ നിങ്ങൾ എല്ലാവരും ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യുന്നില്ലേ? അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രേഡിംഗ് യൂസ് ചെയ്യുന്നില്ലേ? അപ്പം ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം എല്ലാവരും യൂസ് ചെയ്യണം. അപ്പം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ് ട്രേഡിംഗ് വ്യൂ. അപ്പം നമ്മൾക്ക് ഈസി ആയിട്ട് ചാർട്ടൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും ട്രേഡിംഗ് വ്യൂവിൽ. അതെ, ഞാൻ ഇന്ന് 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലൊന്ന് ഷോർട്ടും ഇതും കാണിച്ചു തരാം. ഞാൻ എന്താ എക്സാമ്പിൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ സെല്ല് ചെയ്തപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് പ്രോഫിറ്റ് ആണ് കിട്ടിയത്. മറിച്ച് ഇതിനെ ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ലോസ് ആയിരിക്കും ഉണ്ടാവുന്നത്, ഈ ഒരു റെഡ് ലൈനെ. അതേപോലെ തന്നെ ഇവിടുന്ന് ഞാൻ ബൈ ചെയ്തു, ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ബൈ ചെയ്തു. പക്ഷേ ഈ ഒരു ഗ്രീൻ ലൈൻ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്താൽ തന്നെ അവിടെ എൻ്റെ ട്രിഗർ ആവും, ഓട്ടോമാറ്റിക്കലി അവിടെ ട്രിഗർ ആവും ടാർഗറ്റ്. സോ എനിക്ക് അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇനി എനിക്ക് പേടിക്കണം, അവിടെ ഓട്ടോമാറ്റിക്കലി ഞാൻ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ട്രേഡിംഗ് വ്യൂ അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോമും കൂടെ ഉണ്ട്, MT5 എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം. സോ MT5 നമ്മുടെ ബ്രോക്കർ അക്കൗണ്ട്, ഒരു ബ്രോക്കർ എടുക്കണം. അതിനുള്ള വീഡിയോസ് ഞാൻ അയച്ചു തരാം. ആ വീഡിയോൻ്റെ ലിങ്ക് ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. അപ്പം ആ ഒരു വീഡിയോ ഫോളോ ചെയ്ത പോലെ നിങ്ങൾ ബ്രോക്കർ എടുത്തിട്ട് ആ ഒരു ബ്രോക്കറിൽ നിന്ന് നിങ്ങൾക്ക് MT5 കണക്ട് ചെയ്യാം. ആ വീഡിയോയിൽ തന്നെ ഉണ്ട്, MT5 കണക്ട് ചെയ്യാം. പിന്നെ അതിലായിരിക്കും നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. സോ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ചാർട്ട് അനലൈസ് ചെയ്യാൻ, ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും MT5 ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ മിക്ക ബ്രോക്കേഴ്സും ഇതിൽ കണക്റ്റഡ് അല്ല. സോ ചില ബ്രോക്കേഴ്സൊക്കെ ഉള്ളൂ. അപ്പോൾ പുറത്തൊക്കെ UAE ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് MT5 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെയാണ്. അപ്പോൾ MT5 ബെറ്റർ ആണ്, യൂസർ ഫ്രണ്ട്ലിയും കൂടെ ആണ്, നമുക്ക് ഈസി ആയിട്ട് എല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണൊരു ഷോർട്ടും ഇവിടെ തന്നെ ലൈവായിട്ടുണ്ട്, ഷോർട്ടും ഒരു ലോങ് എന്ന് പറയുന്നത് ബൈനെയാണ്. ഇപ്പോൾ പ്രൈസ് ഇവിടുന്ന് മേലോട്ട് പോകുമെന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടുന്ന് ബൈ ചെയ്തിട്ടുള്ളത്. പ്രൈസ് ഇവിടുന്ന് ഫോൾ ആവും, ഇവിടുന്ന് താഴത്തേക്ക് ഡ്രോപ്പ് ആവുമെന്നുള്ള എക്സ്പെക്ടേഷൻ കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുള്ളത്. സോ ഇത് താഴത്തേക്ക് വന്നപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ ട്രിഗറായി, എൻ്റെ പ്രോഫിറ്റ് അവിടെ ട്രിഗർ ആയിട്ടുണ്ട്. സോ അതേപോലെ തന്നെയാണ് ഇവിടെയും ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തപ്പം എനിക്ക് അവിടെ ട്രിഗർ ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി.
ഇവിടെ ഈ ഒരു ടാർഗറ്റ് അടിക്കുന്നതിന് പകരം ഈ ഒരു താഴത്തേക്കുള്ള ഈ ഒരു ഇതിനെ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ലോസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ ഒരു എസ് എല്ലിനെ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇതിനെയാണ് ഈ ഒരു ഇത്രയും പോയിന്റിനെയാണ് നമ്മൾ എസ് എൽ എന്ന് പറയുക. അതേപോലെ തന്നെ ഈ ഒരു ഇത്രയും പോയിന്റിനെയാണ് നമ്മൾ ടാർഗറ്റ് എന്ന് പറയുക. അത്രേ ഉള്ളൂ ടാർഗറ്റും എസ് എല്ലുമായിട്ടുള്ള സംഭവം. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ട്രെൻഡ് നോക്കിയായിരുന്നു. അപ്പം ഈ ട്രെൻഡ് നോക്കിയിട്ടും കൂടാണ് ഇത് സംഭവം ചെയ്യേണ്ടത്. അപ്പം ഇത് നമ്മൾ ഡൗൺ ട്രെൻഡിലായിരിക്കും ചെയ്യേണ്ടത്. ഇത് നമ്മൾ അപ്പ് ട്രെൻഡിലായിരിക്കും ബൈ ചെയ്യേണ്ടത്. ഓക്കെ, സെല്ല് ചെയ്യേണ്ടത് ഡൗൺ ട്രെൻഡിലായിരിക്കും, ബൈ ചെയ്യേണ്ടത് അപ്പ് ട്രെൻഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ ഒരിക്കലും നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ടൈമിൽ നോക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് വരും. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രോക്കേഴ്സിൻ്റെ ടോപ്പ് കീ എന്ന് വെച്ചാൽ ബ്രോക്കേഴ്സ് ഇതൊക്കെ ഉള്ളൂ, ടോപ്പ് ബ്രോക്കേഴ്സ്. പിന്നെ ആൾട്ടർനേറ്റീവ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ യു കെയിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. യു കെയിലും അങ്ങോട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബ്രോക്കേഴ്സാണ് ഇതൊക്കെ. പിന്നെ ഫണ്ടിങ് ഫേംസ് ഞാൻ പറഞ്ഞു, ഈ ഒരു ലാർജ് സ്കെയിലിൽ നമുക്ക് ലാർജ് ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഒരു കമ്പനീസാണ് ഫണ്ടിങ് ഫേംസ്. അതേപോലെ തന്നെ സാഫ്രീനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ചില ബ്രോക്കേഴ്സിലുണ്ട് ഈ ഒരു കൂടുതലും ഈ ഒരു UAE ആ ഒരു റീജിയനിലുള്ളവർക്കൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് മാർക്കറ്റിൻ്റെ ട്രെൻഡാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമ്മൾ തുടങ്ങി വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ അതിലോട്ട് ഇറങ്ങി നമ്മൾ പഠിക്കുന്നുണ്ട്. മാർക്കറ്റിൻ്റെ ട്രെൻഡ്, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ, അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ട്രേഡ് ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഈക്വൽ ടു സെല്ല്, ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയും. അതേപോലെ തന്നെ ലോങ് ഈക്വൽ ടു ബൈ. അപ്പം ലോങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബൈയിനെയാണ്. അപ്പം ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മൾ ബൈ ചെയ്യേണ്ടത് നമ്മുടെ അപ്പ് ട്രെൻഡിലാണ്, പിന്നീട് സെല്ല് ചെയ്യേണ്ടത് നമ്മൾ ഡൗൺ ട്രെൻഡിലായിരിക്കണം. അപ്പം നിങ്ങളെല്ലാവരും ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം MT5 തന്നെയല്ലേ? എല്ലാവരും MT5 തന്നെയല്ലേ ട്രേഡ് ചെയ്യുന്നത്? യെസ്. ഇതേവരെ ആയിട്ടും MT5 ഓപ്പൺ ആക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഓപ്പൺ ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പം MT5 ബ്രോ അപ്പം ബ്രോക്കേഴ്സ് ഒന്നും ചൂസ് ചെയ്തിട്ടില്ലല്ലോ MT5 യൂസ് ചെയ്യാത്തവര്? ഇല്ല. ഓക്കെ, അപ്പം ബ്രോക്കേഴ്സ് ചൂസ് ചെയ്യുക. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ബ്രോക്കേഴ്സ് ഏത് നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്താൽ മതി. അപ്പം ഓൾറെഡി MT5 ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ഈസിയാണ്, നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതറിയാത്തവരാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി എങ്ങനെ ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പം നമുക്ക് അതിനും വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ വീഡിയോസും ഞാൻ ഷെയർ ചെയ്ത് തരാം എന്തായാലും. ഓക്കെ, അപ്പം ഞാനൊരു ജസ്റ്റ് ഒരു ക്ലാരിഫൈ ആയിട്ട് നമുക്ക് രണ്ട് ട്രെൻഡ് ഞാൻ കാണിച്ചു തരാം ചാർട്ടിൽ. അപ്പം ഞാൻ നേരത്തെ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത് കണ്ടോ, ഇതൊരു
ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഡൗൺ ട്രെൻഡ് ആണെന്ന് പറയാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ ഇത് മാർക്കറ്റ് താഴത്തേക്ക് ഫോൾ ആവുകയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് മേലെ നിന്ന് താഴത്തേക്ക് ഫോൾ ആവുന്നതിന് നമ്മൾ പറയുന്നത് ഡൗൺ ട്രെൻഡ് ആണ്. അപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടുന്ന് ഷോർട്ട് സെല്ലിംഗ് ആയിരിക്കണം നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ ഇവിടുന്ന് ചാടി കയറി ബൈ ചെയ്യാൻ നോക്കരുത്. അപ്പോൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയി പോകും. അപ്പോൾ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലോസസ് ഉണ്ടായിരിക്കും. അപ്പം അതേപോലെ തന്നെ ഇതിപ്പം ഒരു ഡൗൺ ട്രെൻഡ് ആണ്. അപ്പം അതെ, ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അപ് ട്രെൻഡ് അല്ലേ. മാർക്കറ്റ് ഇവിടുന്ന് നേരെ മേലോട്ട് പോകുന്നുണ്ട്. ആണ്, നല്ല രീതിക്ക് മേലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഒരിക്കലും സെല്ല് ചെയ്യരുത്. ഈ ഒരു ടൈമിൽ നമ്മൾ ബൈ ചെയ്ത് മാർക്കറ്റിൻ്റെ കൂടെ പോകാൻ നോക്കുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ്സ് കിട്ടും, പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും നല്ല രീതിക്ക്. അപ്പം ഇതൊക്കെ ഒരു പ്യുവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ കൂടുതലും ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലോജിക്ക് വെച്ച് മാത്രം യൂസ് ചെയ്യേണ്ടാൽ മതി. ലോജിക്ക് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഓവർ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പാടാണ്, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടാണ്. അപ്പം ഇതാണ് എന്ന് വെച്ചാൽ അപ് ട്രെൻഡിൽ നമ്മൾ ഫോളോ ചെയ്യുക. അപ്പം ഇടയ്ക്ക് ഇതേപോലത്തെ ഒരു ചെറിയ ടൈം ഫ്രെയിമിലാണെങ്കിൽ പോലും ഇടയ്ക്ക് ഇതേപോലെ റേഞ്ച് ക്രിയേറ്റ് ചെയ്യും. ഇത് കണ്ടോ, ഈ ഒരു ലെവലിൽ നിന്ന് റേഞ്ച് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരുമിച്ച് ഈക്വൽ ഹൈസ് ഒക്കെ ഇങ്ങനെ റേഞ്ച് ക്രിയേറ്റ് ചെയ്തതിനാണ് ഈ ഒരു ലെവൽ കണ്ടോ, ഈ ഒരു രീതിയിൽ മാർക്കറ്റ് ഇടയ്ക്ക് വന്നിട്ട് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ സൈഡ് വേ എന്ന് പറയുന്നത്. അഥവാ നമ്മൾ പറയും കൺസോൾട്ടേഷൻ എന്ന് പറയും. അപ്പം ഇത് മാർക്കറ്റിൽ എപ്പോഴും ഉണ്ടാവില്ല, ഇടയ്ക്കൊരു കൺസോൾട്ടേഷൻ തന്നിട്ട് മാർക്കറ്റ് അതേപോലെ തന്നെ മൂവ്മെൻറ്റ് തന്നു പോവുകയും ചെയ്യും. സോ അതിനെയാണ് നമ്മൾ കൺസോൾട്ടേഷൻ എന്ന് പറയും. അപ്പം നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്യണം, എങ്ങനെയായാലും നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പം അത് ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സോ ഫണ്ടിങ് ഫേംസോ ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഏതൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതും അതേപോലെ തന്നെ ഫണ്ടിങ് ഫേംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ കറൻ്റ്ലി ഇതിൽ? ആരും ഫണ്ടിങ് ഫേംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല? ഉണ്ട്? ഇല്ല ബ്രോ, ഇല്ലേ? ഞാൻ ചെയ്യുന്നില്ല നിതിൻ. ഇല്ല ബ്രോ. ആക്ച്വലി ഞാൻ ബ്രോ എക്സലസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അപ്പൊ അതിന് ഒന്നും ചെയ്തിട്ടില്ല, ഡെമോ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ പിന്നെ മെറ്റാ ട്രേഡ് എടുത്തിട്ടുണ്ട്. എനിക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ടുള്ളതൊന്നും അറിയത്തില്ല. അപ്പൊ അത് എന്തായാലും അതിന്റെ ഒരു വീഡിയോ വേണ്ടി വരും. ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്. ഫണ്ടിങ് ഫേംസിന്റെ കാര്യത്തിലും ഡൗട്ട് ഉണ്ട്, നല്ല ഡൗട്ട് ഉണ്ട്. അതായത് എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് Okay bro. അതും കൂടെ നോക്കാം. ഇപ്പം എന്ന് വെച്ചാൽ എന്തായാലും ഞാനത് അതിന്റെ വീഡിയോ എന്തായാലും ഞാൻ ഷെയർ ചെയ്ത് തരാം. നമ്മുടെ കാർട്ടൂൺ ബ്രോക്കറിൽ ലൈവ് അക്കൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൈവ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഏത് ബ്രോക്കറോ? അത് കാർട്ടൂൺ ബ്രോക്കർ എന്ന് പറഞ്ഞ ഒരു ബ്രോക്കർ. ഓക്കെ. കുറെ പേര് അവരുടെ ചോയ്സ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് ചൂസ് ചെയ്യുന്നുണ്ട്. ചൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ ബ്രോക്കർ തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അഥവാ ഇപ്പൊ ബ്രോക്ക് XNS മുംബൈ തൊട്ട് അക്കൗണ്ട് ഉണ്ടോ അതോ ഈ ഇടയ്ക്ക് എടുത്തതാണോ? നേരത്തെ എടുത്തതാ, പക്ഷെ അത് ലോഗിൻ ഒക്കെ വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ചെക്ക് ചെയ്ത് നോക്കണം. XNS നമുക്കിപ്പോ വിഡ്രോവൽ ആണെന്നുണ്ടെങ്കിലും ഡെപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിലും UPI അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് ക്രിപ്റ്റോ വഴിയൊക്കെ ചെയ്യേണ്ട വരും. എന്തായാലും ഞാനിപ്പോ കറന്റ് ചെയ്യുന്നത് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ് ചെയ്യുന്നത്. ഓക്കെയാണ് ബ്രോക്കർ, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സ്പ്രെഡും കാര്യങ്ങളൊക്കെ കുറവാണ്. നമ്മളെപ്പോഴും ചൂസ് ചെയ്യേണ്ടത് സ്പ്രെഡ് കുറവുള്ള ബ്രോക്കേഴ്സ് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഓവർ സ്പ്രെഡ് ഉള്ള ബ്രോക്കേഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ല നല്ല ലോസസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SL ഇല്ലേ, നമ്മുടെ സ്റ്റോപ്പ് ലോസ്, അതിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ SL ഹിറ്റ് ആവും. സോ അങ്ങനെ സ്പ്രെഡിന്റെ ഇഷ്യൂസ് നല്ല രീതിക്ക് ഉണ്ട്. അപ്പം അങ്ങനത്തെ ബ്രോക്കേഴ്സ് നോക്കി എടുക്കണം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാർട്ടൂൺ സ്പ്രെഡ് കൂടുതലാണ്, അതാ സ്പ്രെഡ് കുറവുള്ള ബ്രോക്കേഴ്സ് ചൂസ് ചെയ്ത് നോക്കണം. XNS ഓക്കെ ആയിരുന്നു, XNS നല്ലൊരു ബ്രോക്കർ തന്നെയായിരുന്നു ചെയ്യാൻ പറ്റിയ. പക്ഷെ അതിപ്പോ കറന്റ്ലി നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ത്യൻ റീജിയനിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം UPI അങ്ങനത്തെ മുമ്പത്തെ ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ എടുത്ത് മാറ്റിയവര്. അപ്പം ഇപ്പൊ കുറെ പേർക്ക് അക്കൗണ്ട്സും എടുക്കാനും പറ്റുന്നില്ല. പുതിയ അക്കൗണ്ട്സ് ഒന്നും ഇന്ത്യൻ റീജിയനിൽ നിന്ന് എടുക്കാനും പറ്റുന്നില്ല. നമുക്ക് UPI വഴി ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ?
ഈ ബ്രോക്കറിലൊക്കെ ഈ ബ്രോക്കറിൽ എക്സ്എൻഎസ് പറ്റത്തില്ലല്ലോ. XNS ഇപ്പൊ പറ്റില്ല. XNS ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ഇനി അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ പുതിയതായിട്ട് അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നവർക്ക് പാടായിരിക്കും അക്കൗണ്ട് എടുക്കാൻ. അപ്പം വേറെ ബ്രോക്കേഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. അത് ബിഗിനർ ആയിട്ടുള്ളവർക്ക് ഇപ്പം ഫണ്ട് അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത്, അതോ അല്ലാതെ ഫണ്ട് ആഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും? ബിഗിനർ ആയിട്ട് പ്യൂർ ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഡെമോ ചൂസ് ചെയ്തിട്ട് ആദ്യം പഠിച്ചിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഏത് ബ്രോക്കേഴ്സ് ആണെങ്കിലും ആ ഒരു ഡെമോ ചെയ്തിട്ട് മാത്രം അതിൽ ഫണ്ട് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഇപ്പൊ പ്യൂർ ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പൊ കുറച്ച് നാൾ അതിനെ പറ്റിയിട്ടൊരു അറിവ് കിട്ടും. അപ്പൊ ബാക്ക് ടെസ്റ്റ് ഫസ്റ്റിലേ കയറി ഫണ്ട് ഇട്ട് ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ അത് തന്നെയാണ്. പിന്നീട് നമുക്ക് ആ ഒരു ചെറിയ ഫണ്ടിൽ തന്നെ നമുക്കൊരു ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് കിട്ടിയതിന് ശേഷം നമുക്കൊരു ഫണ്ടഡ് അക്കൗണ്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഫണ്ടഡ് അക്കൗണ്ട് ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ട്രേഡിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ഒരു റൂൾസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിൽ ഒരു ഫണ്ടഡ് അക്കൗണ്ടിന്റെ റൂൾസ് നമുക്ക് എടുത്ത് നോക്കാം. ഏത് ഫണ്ടിങ് ഫേംസ് ആണ് നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കത് നോക്കാം. ഇപ്പം നിങ്ങൾ മിക്കവരും യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഫണ്ടിങ് ഫിപ്സ് അല്ലേ? ആരോ പറഞ്ഞായിരുന്നല്ലോ ഫണ്ടിങ് ഫിപ്സ് ആയിരുന്നു. ഓക്കെ, ഫണ്ടഡ് നെക്സ്റ്റ്, ഫണ്ടിങ് ഫിപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തില്ലല്ലേ? ഓക്കെ, ഇതൊരു ഫണ്ടഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഫണ്ടിങ് ഫോമാണ്. ഇത് നമുക്ക് നമ്മുടെ ക്രോമിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറി നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പം നമ്മളത് സെർച്ച് ചെയ്തിട്ട് നമുക്കതിൽ നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഫ്രീ ട്രയലും ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. അപ്പം അതിന് നിങ്ങൾക്കിപ്പോൾ ഫ്രീ ട്രയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ഫ്രീ ട്രയലിൽ കയറി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഒരു ഫണ്ടഡ് അക്കൗണ്ട്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ. സോ ഞാൻ എക്സാമ്പിൾ ഒരു ഫണ്ടഡ് അക്കൗണ്ട് കാണിച്ചു തരാം. അതെ, ഇവിടെ ഇപ്പം ഒരു ഫണ്ടഡ് നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇവർ കുറച്ച് പ്ലാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ സ്റ്റെല്ലാർ ഇൻസ്റ്റന്റ് എന്ന് പറയും. ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് അക്കൗണ്ട് ഡയറക്റ്റ്ലി നമുക്കൊരു മാസ്റ്റർ അക്കൗണ്ട് കിട്ടും. കാരണം നമുക്ക് ഇതിൽ സ്റ്റുഡൻറ്റ് ഫേസ് ഇല്ല. ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ കുറച്ച് ഇവാലുവേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ അതായത് നോക്കിയോ, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 1, സ്റ്റെല്ലാർ ലൈറ്റ്, സ്റ്റെല്ലാർ ഇൻസ്റ്റന്റ്. അപ്പം ഈ ഇൻസ്റ്റന്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഫേസ് ഇല്ല, ഒരു സ്റ്റുഡൻറ്റ് ഫേസ് ഇല്ല. നമുക്ക് ഡയറക്റ്റ്ലി കയറി ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ കുറച്ച് ഹിഡൻ റൂൾസ് ഉണ്ടാവും, നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യാത്തതായിരിക്കും. ഇപ്പം ഇവർ പറയുന്ന പോലെ അല്ലായിരിക്കും ഇവിടെ കാണിക്കുന്ന റൂൾസ് പോലെ. ഇവിടെ കുറേ റൂൾസ് ഉണ്ട്. മാക്സിമം ഓവറോൾ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഒരു 6% ആണ്. $300 ഇവർ പറയുന്നത്. അതേപോലെ തന്നെ മാക്സിമം ഡെയിലി ലോസ് ഇല്ല. അങ്ങനെ എന്ന് വെച്ചാൽ മാക്സിമം ഡെയിലി ലോസ് ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മാക്സിമം ലോസ് ലിമിറ്റ് ടൈപ്പ് ട്രെയിലിംഗ്. അപ്പം ഇങ്ങനെ കുറേ റൂൾസ് ഉണ്ടാവും. അപ്പം നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എവാലുവേഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റെല്ലാർ 2 സ്റ്റെപ്പ് ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെല്ലാർ ലൈറ്റ് എടുത്താൽ അതിലും 2 സ്റ്റെപ്പ് ഉണ്ട്. സോ അതിൽ 5K അക്കൗണ്ട് സ്റ്റാർട്ടിംഗ് ആണ്. നമ്മുടെ 5K അക്കൗണ്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഒരു $32 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ഒരു 3K അടുത്ത് വരും. 3K അടുത്ത് വരും എമൗണ്ട്. അപ്പം ആ ഒരു അക്കൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു അക്കൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിലുള്ള റൂൾസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിലുള്ള റൂൾസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു
5K അക്കൗണ്ട് ആണ്, $5K ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസ് 2 ഫേസ് ഉണ്ട്. അപ്പോൾ 2 ഫേസിൽ നമ്മൾ അവർ പറയുന്ന പ്രോഫിറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. അപ്പോൾ ഇവർ ഒരു ഫസ്റ്റ് ഫേസിൽ ഇവർ പറയുന്നത് 8% ആണ്. അപ്പം 8% നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അവിടെ ഫസ്റ്റ് ഫേസ് പാസ് ആവാൻ പറ്റും. അറൗണ്ട് ഒരു $400 നമുക്ക് അവിടെ ഉണ്ടാക്കേണ്ട വരും 8% എന്ന് പറയുമ്പോൾ. അപ്പോൾ $400 നമ്മളവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 5K ക്യാപിറ്റലിൽ നമ്മൾ $400 ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കവിടെ ഫസ്റ്റ് ഫേസ് പാസ്സാവും. അതേപോലെ തന്നെ സെക്കൻഡ് ഫേസ് പാസ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 4% ഒരു $200 നമുക്ക് അവിടെ ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, അപ്പം $400 നമ്മളവിടെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഇവിടെ മാക്സിമം ഓവറോൾ ലോസ് ഉണ്ട്. ഈ $400 താഴെ ലോസും പോകാൻ പാടില്ല. മനസ്സിലായോ? $400 താഴെ ലോസ് പോയി കഴിഞ്ഞാലും അക്കൗണ്ട് അവർ തിരിച്ചെടുക്കും. നമ്മൾക്ക് പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അക്കൗണ്ട് അവിടെ ബ്രീച്ച് ആയെന്ന് നമ്മൾ പറയും. അതിപ്പോൾ സ്റ്റുഡൻറ്റ് ഫേസിലായാലും 2 സ്റ്റുഡൻറ്റ് ഫേസിലായാലും നമ്മുടെ മാസ്റ്റർ അക്കൗണ്ടിലായാലും ഈ ഓവറോൾ ലോസ് ലിമിറ്റ് അവിടെ തന്നെ കാണും. നമുക്ക് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് മാത്രമേ പോകത്തുള്ളൂ മാസ്റ്റർ അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ. ഇതൊരു എവാലുവേഷൻ ആണ്. എവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 2 ഫേസ് ഉണ്ടാവും. അപ്പോൾ 2 ഫേസിലുള്ള എവാലുവേഷൻസ് ആണ്. ഫസ്റ്റ് ഫേസിൽ 8% നമ്മൾ അവിടെ ഉണ്ടാക്കണം, സെക്കൻഡ് ഫേസിൽ 4% നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഈ 8ഉം 4% നമ്മളവിടെ അവിടെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പാസ്സായി, അക്കൗണ്ട് അവിടെ പാസ്സായി. പിന്നീട് നമുക്കവിടെ മാസ്റ്റർ അക്കൗണ്ട് കിട്ടും. ഓക്കെ, ബ്രോ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പം ഈ ഓവറോൾ പ്രോഫിറ്റ് പറഞ്ഞില്ലേ 8% ഫസ്റ്റ് ഫേസ്, അതുപോലെ തന്നെ സെക്കൻഡ് ഫേസ് 4%. അത് അതിന് വല്ല ടൈം ഡ്യൂറേഷൻ വല്ലതും ഉണ്ടോ? എക്സാമ്പിൾ 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് അച്ചീവ് ആവുന്നു? ഇതാണ് ഇവിടെ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് മിനിമം ട്രേഡിംഗ് ഡേയ്സ് 5 days ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? മിനിമം ട്രേഡിംഗ് ഡേയ്സ് 5 days. ഓക്കെ, അപ്പം ഈ മിനിമം 5 daysനുള്ളിൽ നമ്മൾ ഒരിക്കലും ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യരുത്. അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അല്ലാതെ ആ ഒരു 5 daysനുള്ളിൽ നമുക്ക് ഒരിക്കലും അവിടെ. അപ്പം ആ ഒരു മിനിമം ഡേയ്സിൽ നമ്മൾ മാക്സിമം നമ്മൾ പക്ക റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്ത് നല്ല രീതിക്കുള്ള ട്രേഡ്സ് എടുത്ത് പയ്യെ ആ ഒരു 5 days കഴിഞ്ഞ് പിന്നീട് നമുക്ക് അൺലിമിറ്റഡ് ടൈമാണ്. നമുക്ക് എപ്പോൾ വേണേലും നമ്മുടെ ഇഷ്ടത്തിന് പാസ്സാക്കാൻ പറ്റും. ആ ഒരു 5 daysൽ നമ്മൾ മിനിമം ഡേയ്സിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക, പയ്യെ ഓവറായിട്ട് ട്രേഡ്സ് എടുത്ത് നമ്മൾ ലോസാക്കി കളയാതിരിക്കുക. ആ ഒരു 5 daysൽ നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അൺലിമിറ്റഡ് ടൈമാണ്. നമുക്ക് എപ്പോൾ വേണേലും പയ്യെ പാസ്സാക്കിയാൽ മാത്രം മതി. അങ്ങനെ ടൈം ഡ്യൂറേഷൻ ഒന്നുമില്ല. പാസ്സാക്കണമെന്നുള്ളത് ഇത്ര ടൈം ഡ്യൂറേഷൻ ഒരിക്കലും ഇല്ല. അത് 2 ഫേസിലും നമുക്ക് അങ്ങനെ ഇല്ല. അപ്പൊ 5 days പറഞ്ഞു. പിന്നെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫീസ് കൊടുത്തിട്ടാണല്ലോ, ഇപ്പൊ എക്സാമ്പിൾ $32 കൊടുത്തിട്ടാണ് നമ്മൾ 5K എടുക്കുന്നെങ്കിൽ ആ 32 ഫീ എന്നുള്ളത് അത് വൺ ടൈം പേയ്മെന്റ് ആണോ, അതോ എക്സാമ്പിൾ ഇപ്പൊ 32 നമ്മളിപ്പോ പേ ചെയ്ത് ഇതിൽ എൻ്റർ ആയി നമ്മൾ പാസ്സായിട്ട് ലൈവ് അക്കൗണ്ട് കിട്ടി കഴിയുമ്പോൾ ഇത് മന്ത്ലി നമ്മൾ ഇത് പേ ചെയ്യണോ ഈ 32, അതോ ജസ്റ്റ് ഫസ്റ്റ് ടൈം പേയ്മെന്റ് മാത്രമേ ഉള്ളൂ? നമ്മൾ ആ ഒരു അക്കൗണ്ട് വാങ്ങുക എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പറയാം $32 കൊടുത്ത് ഞാൻ ഈ ഒരു 5K അക്കൗണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ അക്കൗണ്ട് എൻ്റെ കയ്യിലായിരിക്കും. അപ്പം ആ ഒരു അക്കൗണ്ട് റീഫണ്ടബിൾ ആണ്. ഞാൻ പാസ്സായാൽ, ഞാൻ അവിടെ പാസ്സായി കഴിഞ്ഞാൽ ഇത് റീഫണ്ട് ആയിട്ട് കിട്ടും. അതെ തന്നെ, ഈ ഒരു ഫണ്ട് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ റീഫണ്ട് ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ പാസ്സായില്ലെങ്കിൽ ആ ഒരു ഫണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകും. നമ്മൾക്ക് പിന്നെ തിരിച്ചു കിട്ടില്ല, നമ്മളത് ഫെയിൽ ആയി കഴിഞ്ഞാൽ. അപ്പൊ നമ്മളത് പാസ്സാക്കാൻ നോക്കുക. പിന്നീട് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് വിഡ്രോവൽ 21 days എടുക്കും ഒരു ഫസ്റ്റ് വിഡ്രോവല്. പിന്നെ ചില ഫണ്ടിങ് ഫേംസിലൊന്നും ന്യൂസ് ട്രേഡിംഗ് അലൗഡ് അല്ല. അപ്പം ന്യൂസ് ട്രേഡിംഗ് അലൗഡ് അല്ല. പക്ഷേ ഈ ഒരു ഫണ്ടർനെക്സ് എന്ന് പറഞ്ഞ ഫണ്ടിങ് ഫേംസിൽ ന്യൂസ് ട്രേഡ് അലൗഡ് ആണ്. അത് മാസ്റ്റേഴ്സ് അക്കൗണ്ടിലും അലൗഡ് ആണ്. യാതൊരു പ്രശ്നമില്ല ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ. അക്കൗണ്ട് നമ്മൾ ബ്രീച്ച് ആക്കുന്നതിൽ നമ്മുടെ 8% അല്ലെങ്കിൽ 4% ഞാൻ പറഞ്ഞില്ല, ഡെയിലി ഉണ്ട്. ഒരു ഡെയിലി 4% താഴെ പോകാൻ പാടില്ല ലോസ്. $200 താഴെ ഡെയിലി പോയി കഴിഞ്ഞാൽ അവിടെ അക്കൗണ്ട് മൊത്തത്തിൽ പോകും, ബ്രീച്ച് ആവും. നമ്മുടെ അക്കൗണ്ട് മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സോ ഡെയിലും നമ്മൾ നോക്കണം, ഓരോ ഡെയിലും നമ്മൾ 200 താഴെ ലോസ് വരുന്നത് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ മാക്സിമം ഓവറോൾ 8% താഴെ പോകുന്നതെന്നും കൂടെ നോക്കണം. അത് മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അക്കൗണ്ട് ബ്രീച്ച് ആവും. അപ്പോൾ സ്റ്റുഡൻറ്റ് ഫേസിൽ വെച്ച് തന്നെ. അപ്പോൾ ഇത് സ്റ്റുഡൻറ്റ് ഫേസിൽ മാത്രമല്ല, ഈ സ്റ്റുഡൻറ്റ് ഫേസ് കഴിഞ്ഞാലും മാസ്റ്റേഴ്സ് അക്കൗണ്ടിലും ഈ ഒരു ലോസ് ലിമിറ്റ്സ് ഉണ്ടാവും, ഈ ഒരു ഡ്രോ ഡൗൺസ് ഉണ്ടാവും. സോ
അത് നോക്കിയിട്ട് പ്രോപ്പറായിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. അപ്പം ഫണ്ടഡ് അക്കൗണ്ട്സിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓരോ ഫണ്ടഡ് അക്കൗണ്ട്സിലും അതിൻ്റേതായ റൂൾസ് ഉണ്ട്. അപ്പോൾ ഫണ്ടഡ് നെക്സ്റ്റിൽ അല്ലെങ്കിൽ ഫണ്ടിങ് വിപ്സിലാണെന്നുണ്ടെങ്കിൽ അവിടെ ന്യൂസ് ട്രേഡ്സ് ഒക്കെ അലൗഡ് അല്ല. അപ്പോൾ ന്യൂസ് ടൈമിൽ നമുക്ക് മാസ്റ്റേഴ്സ് അക്കൗണ്ടിൽ ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ ഫേസ് ഈ സ്റ്റുഡൻറ്റ് ഫേസിലൊക്കെ മേ ബി ഫണ്ടിങ് വിപ്സിൻ്റെ അക്കൗണ്ട്സിലൊക്കെ സ്റ്റുഡൻറ്റ് ഫേസിൽ ചെയ്യാം. നമുക്ക് ന്യൂസ് ടൈമിൽ ചെയ്താലും പ്രോബ്ലംസ് ഇല്ല. പക്ഷേ നമ്മൾ അക്കൗണ്ട് പാസ്സായി കഴിയുമ്പോഴത്തേക്ക് അവിടെ റൂൾസ് ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. പക്ഷേ ഇതിൽ ആ ഒരു പ്രശ്നമില്ല, ഓക്കെയാണ് ഫണ്ടഡ് നെക്സ്റ്റ് എന്നുള്ള ഫണ്ടഡ് അക്കൗണ്ട്സിലൊക്കെ. പിന്നീട് നിങ്ങൾ ന്യൂസൊക്കെ നോക്കുന്ന സൈറ്റ് ഏതാണ്? എല്ലാവരും ന്യൂസ് നോക്കാറുണ്ടോ? ഉണ്ട് ബ്രോ. ഫോറക്സ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഫോറക്സ് ഫാക്ടറി എല്ലാവർക്കും അറിയോ? എല്ലാവർക്കും അറിയോ? ഞാൻ ഒന്നും കൂടെ അത് കാണിച്ചു തരാം. എന്തായാലും അറിയാത്തവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയിട്ടൊരു ഫോറക്സ് ഫാക്ടറി എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഫോറക്സ് ഫാക്ടറി. അപ്പോൾ ഫോറക്സ് ഫാക്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതായിരിക്കും വരുന്നത്. നമ്മൾക്ക് ന്യൂസസ്, ഡെയിലി ഉള്ള ന്യൂസസ്, അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ വരും. സോ നമുക്ക് ന്യൂസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ ഫോറക്സ് ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ. അപ്പം ന്യൂസിലുള്ള ഇമ്പാക്ട്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതിൽ ന്യൂസ് എങ്ങനെ ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് ന്യൂസ് ഉള്ളത്. കണ്ടോ, ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. ട്യൂസ്ഡേ, ഇന്ന് സെപ്റ്റംബർ 2, ഇന്നത്തെ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ ഡേയിൽ സെപ്റ്റംബർ 2 അപ്പം ഇത് രാവിലെ മോർണിംഗ് ഉള്ള ന്യൂസസും കാര്യങ്ങളൊക്കെയാണ്. ഇത് വലിയ ഇമ്പാക്റ്റ് ഉള്ള ന്യൂസസ് അല്ല. ഞാനിത് കാണിച്ചു തരാം. ഇവിടെ ഇത് കണ്ടോ, ഈ ഒരു ടോപ്പ് റൈറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇമ്പാക്റ്റ് ഉള്ള ന്യൂസസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉള്ള ന്യൂസസ് ഈ റെഡ് ആണ്. ഈ റെഡ് വരുന്ന ന്യൂസസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉള്ള ന്യൂസ്. അപ്പം നമുക്ക് ഇത് മാത്രം ടിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഈ ഒരു ന്യൂസ് മാത്രം നമ്മൾ നോക്കിയാൽ മാത്രം മതി. ബാക്കിയുള്ള അതൊന്നും വലിയ ഇമ്പാക്റ്റ് ഉള്ളതല്ല. അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഈ റെഡ് കളർ വരുന്ന ന്യൂസസ് ഒക്കെ നല്ല ഇമ്പാക്റ്റ് ഉള്ള ന്യൂസസ് ആണ്. അപ്പോൾ നമ്മളത് കൊടുത്തിട്ട് അപ്ലൈ ഫിൽറ്റർ നിൽക്കുവാണ്. അപ്പോൾ നമ്മളത് ഫിൽറ്റർ ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഇതുണ്ടോ, 7:30 USDയിൽ ഒരു ISM മാനുഫാക്ചറിങ് PMI ഒരു 7:30 ഒരു ന്യൂസ് ഉണ്ടായിരുന്നു USDയിൽ. അപ്പം നമ്മളിപ്പോൾ ഏത് പെയർ ആണോ ചെയ്യുന്നത്, ഇപ്പം ഞാൻ USD പെയർസ് ആണെന്ന് ചെയ്യുന്നെങ്കിൽ അത് ഗോൾഡിൽ ബാധിക്കും. അതേപോലെ തന്നെ യൂറോ USD എന്ന് പറഞ്ഞ പെയറിൽ ബാധിക്കും. അപ്പം യൂറോ USD എന്ന് ഞാൻ ഇന്നലെ ഒരു പെയർ പറഞ്ഞായിരുന്നല്ലോ, ആ ഒരു പെയേഴ്സിലും USD ആയിട്ടുള്ള പെയേഴ്സിലെല്ലാം ഈ ഒരു ന്യൂസിനെ അവിടെ ബാധിക്കും. സോ ഈ ഒരു റെഡ് കളറിലുള്ള ന്യൂസ് മാത്രമേ അവിടെ ഫിൽറ്റർ ചെയ്തിട്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇന്നത്തെ ഡേയിൽ ന്യൂസസ് ഉണ്ടാവും. അപ്പോൾ റെഡ് കളറിലൊരു ന്യൂസ് ഉണ്ടെങ്കിൽ അതൊരു നമുക്ക് അറിയാൻ പറ്റും ന്യൂസസ് ഇന്നുണ്ട്. ആ ഒരു ടൈമും നമുക്ക് അറിയാൻ പറ്റും ഏത് ടൈമിലാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ട്രേഡ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട്സ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ. അല്ലാത്തവർക്കും അവോയ്ഡ് ചെയ്യണം. കാരണം ന്യൂസസിൽ വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഞാൻ ഒരു ന്യൂസസിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ കാണിച്ചു തരാം ചാർട്ടിൽ. ജസ്റ്റ് ഒന്ന് യൂറോ USD ആണേ. ഇത് കണ്ടോ, ഇത്രയും ഇവിടുന്ന് ഇത് കണ്ടോ, ഒരു ക്യാൻഡിലാണത്. ഇത്രയും വലിയൊരു ക്യാൻഡിലാണ്. ഇതൊരു ന്യൂസിൽ സംഭവിച്ചതാണ്. ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത സ്പീഡിലായിരിക്കും ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടുന്ന് മേ ബി ഞാൻ ഇവിടുന്ന് ഒരു ബൈ ചെയ്തു. ഇവിടുന്ന് ഞാൻ നേരത്തെ ഞാൻ കാണിച്ചു തന്ന പോലെ ഒരു ബൈ ചെയ്ത് ഇരിക്കുവാണെന്നൊക്കെ വിചാരിച്ചോ. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടാണ്. ഞാൻ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാലും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് ട്രിഗർ ആവത്തില്ല. മേ ബി ഈ ഒരു ലെവലിലൊക്കെ പോയിട്ടായിരിക്കും ട്രിഗർ ആവുന്നത്. കാരണം എനിക്ക് അത്രയും ലോസ് വരാനുള്ള സംഭവം ഉണ്ടാവും. അത്രയ്ക്കും ഫോഴ്സിൽ, അത്രയ്ക്കും സ്പീഡിലായിരിക്കും ആ ഒരു ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കണമെന്നില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിലൊക്കെ വന്നിട്ട് മേ ബി ട്രിഗർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ന്യൂസിൽ ട്രേഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഹൈ ഇമ്പാക്റ്റ് ഉള്ള ന്യൂസസ് ഉണ്ടാവും. ഈ CPI, NFP എന്നൊക്കെ പറഞ്ഞ NFP ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇമ്പാക്റ്റ് ഉള്ള ന്യൂസസ് ആണ്. അപ്പോൾ അതിലൊക്കെ ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള നഷ്ടങ്ങൾ ഉണ്ടാവും മേ ബി. അപ്പം നല്ല രീതിക്ക് മാത്രം പ്രോപ്പറായിട്ട് ചെയ്യുക. ന്യൂസ് ട്രേഡ് ഭയങ്കര റിസ്ക്കിയാണ്. അപ്പം ന്യൂസ് ടൈമിൽ നിങ്ങൾ മാക്സിമം ട്രേഡ്സ് അവോയ്ഡ് ചെയ്യുക. അപ്പം നിങ്ങൾ ഈ ഒരു
സൈറ്റിൽ എപ്പോഴും സെർച്ച് ചെയ്ത് നോക്കുക, ഡെയിലി നിങ്ങൾ നോക്കുക ഇന്ന് എന്ത് ന്യൂസ് ഉണ്ട് എന്നുള്ള. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പൊതുവേ ഉള്ള ന്യൂസസും ഈ താരിഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി വെക്കാം, അതും ഈ മാർക്കറ്റിൽ എഫക്റ്റ് ആവുന്നതാണ്. സോ അങ്ങനത്തെ ന്യൂസസും നിങ്ങൾക്ക് നോക്കി വെക്കാൻ പറ്റും. അതിൻ്റെ കൂടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെയിലി നോക്കേണ്ട ന്യൂസസ് ആണ് ഇത്. അപ്പം ഈ ഒരു ഇത് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ USD നിങ്ങൾ ചെയ്യുന്ന പെയേഴ്സ് ഏതാണ്, ഇപ്പോൾ ഗോൾഡിൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ USD മാത്രം നോക്കിയാൽ മതി. അതേപോലെ തന്നെ യൂറോ USD ചെയ്യുന്നെങ്കിൽ നിങ്ങൾ USD നോക്കിയാൽ മതി. അപ്പം ആ ഒരു ഇമ്പാക്റ്റ് USD പെയേഴ്സിലായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഗോൾഡിൽ ചെയ്യുന്നവരാണെങ്കിൽ USD മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങൾക്ക് റെഡ് മാത്രം, ഈ ഒരു റെഡ് കളറിലാണ് കൂടുതൽ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പം ന്യൂസിൻ്റെ കാര്യം ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അറിയാത്തവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ന്യൂസ് ഇത്രയും ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് നമ്മുടെ നോക്കുന്നത് ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചറാണ്. മാർക്കറ്റിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. അപ്പം മാർക്കറ്റിനെ എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഫൈൻഡ് ചെയ്യുക, അതേപോലെ തന്നെ പിന്നീട് മേ ബി ഒരു ടൈം ഫ്രെയിമും കാൻഡിൽ സ്റ്റിക്സും വരുന്നുണ്ട്. ഇതൊക്കെ മിക്കവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഒട്ടും അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. നമ്മൾ പറഞ്ഞായിരുന്നു ഓൾറെഡി ബിഗിനർ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ആദ്യമേ വരുന്നത്, പിന്നീടായിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജിയിലോട്ട് നമ്മൾ കിടക്കുന്നത്. അപ്പം ഇവർക്കും കൂടെ ആ ഒരു മനസ്സിലാവാത്തവർക്കും കൂടെ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈസി ആവുമല്ലോ. സോ പിന്നീട് അതേപോലെ തന്നെ നിങ്ങൾക്കും അറിയാവുന്നവർക്കായാലും ഇതൊന്ന് റീക്യാപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് വരും. സോ അത്രയേ ഉള്ളൂ. അപ്പം നാളെ മേ ബി നമുക്ക് ഒരു ടൈം ഫ്രെയിമും കാൻഡിൽ സ്റ്റിക് സൈക്കോളജീസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിൻ്റെ സ്ലൈഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും. ഇതിൽ ബിഗിനർ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് സ്ലൈഡ്സ് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ പറഞ്ഞാൽ മതി, അത് നമുക്ക് ഗ്രൂപ്പിൽ ഞാൻ സെൻഡ് ചെയ്യാം എന്തായാലും. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് ഇത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട്സിനെയും പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. നല്ല നല്ല ഫണ്ടഡ് അക്കൗണ്ട്സ് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടിയിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല നല്ല ബ്രോക്കേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് തോന്നിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ സജസ്റ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഇന്ന് നമ്മൾ ആ ഒരു ബ്രോക്കറിൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് തരാം. അത് നിങ്ങൾ അതേപോലെ തന്നെ ബ്രോക്കർ എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പിന്നീട് MT5ൻ്റെ വീഡിയോയും കൂടെ വേണം, അതിൻ്റെ കൂടെ ഉണ്ടാവും. MT5ലോട്ട് കണക്ട് ചെയ്യുന്നത് എന്തായാലും ഉണ്ടാവും. അപ്പം MT5ൽ ഈസി ആയിട്ട് എങ്ങനെ എൻട്രീസ് എടുക്കാം, ഈസി ആയിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ള രീതിയിലുള്ള വീഡിയോസ് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാനത് ക്രിയേറ്റ് ചെയ്തിട്ട് എന്തായാലും അയച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് എന്തായാലും ടോപ്പിക്സ് തുടങ്ങാം. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഓക്കെ, എല്ലാവരും എക്സിറ്റ് ആയിക്കോ.